ചില രാത്രികളിൽ നമ്മൾ സ്വയം ചോദിച്ചു പോകാറുണ്ട്, എന്തിനാണ് ഞാൻ ഇത്രയധികം മനുഷ്യരെ സ്നേഹിച്ചതും അവർക്കു വേണ്ടി ജീവിതം ഹോമിച്ചതും എന്ന്. നമ്മൾ എത്രത്തോളം ചേർത്ത് പിടിച്ചോ അത്രത്തോളം ആഴത്തിൽ അവർ നമ്മളെ തനിച്ചാക്കി പോകുമ്പോൾ നെഞ്ചിലൊരു വലിയ ശൂന്യത പടരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്തതും ആരോടും പങ്കുവെക്കാൻ പറ്റാത്തതുമായൊരു ശ്വാസമുട്ടൽ ആ നിമിഷങ്ങളിൽ നമ്മളെ വല്ലാതെ അലട്ടാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭൂരിഭാഗം മാനസിക വേദനകളും ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് അവരെക്കുറിച്ച് നമ്മൾ അമിതമായി നെയ്തുകൂട്ടിയ പ്രതീക്ഷകളുടെ വലിയ ഭാരം കാരണമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു മനഃശാസ്ത്രപരമായ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നത് ആളുകളെയല്ല, മറിച്ച് അവരിലൂടെ നമുക്ക് സമാധാനം ലഭിക്കും എന്ന് കരുതിയ നമ്മുടെ തന്നെ മരീചികകളെയാണ്. സ്വന്തം സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് നാം ചെയ്യുന്നത്. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ മാത്രം സന്തോഷിക്കുകയും അവർ നമ്മളെ അവഗണിക്കുമ്പോൾ തകർന്നു പോവുകയും ചെയ്യുന്ന ഈ അവസ്ഥ നമ്മളെ മെല്ലെ മെല്ലെ തടവിലാക്കുന്നു. ഈ ലോകത്തൊന്നും ശാശ്വതമല്ലെന്നും മാറ്റം മാത്രമാണ് സ്ഥിരമെന്നും ബുദ്ധൻ പറഞ്ഞ ആ വലിയ സത്യം ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് മാറിത്തുടങ്ങും. നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരും സാഹചര്യങ്ങളും കൈവിരലുകൾക്കിടയിലൂടെ ഒലിച്ചുപോകുന്ന മണൽത്തരികൾ പോലെയാണ്. ആ ഒഴുക്കിനെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് വേദനയുടെയും സങ്കടത്തിന്റെയും വലിയ പർവ്വതങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരുന്നത്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നും ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത് എന്നും ചിന്തിച്ച് മനസ്സ് വല്ലാതെ അലയാറുണ്ട്. ഈ ചിന്തകളുടെ കാട് കയറുന്നത് നമ്മളെ മാനസികമായി പൂർണ്ണമായും തളർത്തിക്കളയുന്ന ഒന്നാണ്. ഉറക്കമില്ലാത്ത രാത്രികളിൽ നെഞ്ചിൽ വലിയൊരു ഭാരവുമായിരിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദഹിപ്പിച്ചു കളയുന്നത് നമ്മുടെ ജീവന്റെ ഊർജത്തെയാണ്. നിശബ്ദതയ്ക്ക് വലിയൊരു ശക്തിയുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അതിനെ ഭയക്കുന്നു. കാരണം മൗനമായിരിക്കുമ്പോൾ ഉള്ളിലെ ചോദ്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങും. ആ ചോദ്യങ്ങളെ നേരിടാനുള്ള ഭയം കൊണ്ടാണ് പലരും ശബ്ദങ്ങളിലേക്കും ആളുകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഓടിയൊളിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വൈകാരിക സ്വാതന്ത്ര്യം എന്നത് ഈ ഓട്ടത്തിൽ നിന്നുള്ള മോചനമാണ്. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്നും ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്നും തോന്നുമ്പോൾ അല്പം മാറി നിന്ന് സ്വന്തം ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ ചുറ്റുമുള്ള ലോകത്തിന്റെ കോലാഹലങ്ങൾ നിങ്ങളെ ബാധിക്കാതാകും. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് ദിവസേന പരിശീലിക്കേണ്ടുന്ന ഒരു കലയാണ്. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി സ്വന്തം ഉള്ളിലെ ശാന്തത കൊണ്ട് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ വളരേണ്ടതുണ്ട്. അവസാനമായി എന്ന് പൂർണ്ണമായ സമാധാനം അനുഭവിച്ചു എന്ന് സ്വയം ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും കഴിഞ്ഞുപോയ ഓർമ്മകളിലോ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ആശങ്കകളിലോ ആണ് ജീവിക്കുന്നത്. ഈ രണ്ട് അവസ്ഥകളിലും നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല, വെറുമൊരു നിഴൽ മാത്രമായി മാറുകയാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് എല്ലാ മാനസിക അസ്വസ്ഥതകൾക്കുമുള്ള ഏക പരിഹാരം. വരുന്നത് വരട്ടെ, പോകുന്നത് പോകട്ടെ, ഒന്നിനെയും മുറുകെ പിടിക്കേണ്ടതില്ല എന്ന ബുദ്ധന്റെ പാതയാണ് നമുക്ക് വേണ്ടത്. ആകാശത്ത് മേഘങ്ങൾ വന്നുപോകുന്നത് പോലെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക. നിങ്ങൾ ആ മേഘങ്ങളല്ല, മറിച്ച് വിശാലമായ ആകാശമാണ്. ആ തിരിച്ചറിവാണ് ആത്മീയമായ ഉണർവ് നൽകുന്നത്. ഈ യാത്രയിലൂടെ നഷ്ടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പൂർണ്ണമായ മോചനം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ തീച്ചൂളയിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നത്. അതുവരെ അവൻ പുറം ലോകത്തെ വർണ്ണാഭമായ കാഴ്ചകളിലും ബന്ധങ്ങളിലും സന്തോഷം തേടി അലയുകയായിരുന്നു. എല്ലാം സുരക്ഷിതമെന്ന് വിശ്വസിച്ചിരുന്ന നിമിഷത്തിലായിരിക്കും ജീവിതം അപ്രതീക്ഷിതമായി ഒരു തിരിച്ചടി നൽകുന്നത്. അത് ബിസിനസ്സിലെ തകർച്ചയാകാം, അല്ലെങ്കിൽ ജീവനേക്കാൾ സ്നേഹിച്ച ഒരാൾ നൽകിയ വഞ്ചനയാകാം. ആ സമയത്തുണ്ടാകുന്ന വേദന വെറുമൊരു മാനസിക ഭാരമല്ല, അത് ശരീരത്തെ പോലും തളർത്തുന്ന ഒരു മഹാവിപത്താണ്. നെഞ്ചിലെപ്പോഴും ഒരു കനത്ത ഭാരം അനുഭവപ്പെടുകയും ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നാത്ത അവസ്ഥ വരികയും ചെയ്യും. ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോഴും അതിഭയങ്കരമായ ഒരു ശൂന്യതയും ഒറ്റപ്പെടലും നമ്മളെ വല്ലാതെ വേട്ടയാടും. ഈ അവസ്ഥയിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നുപോകാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് പലരും വിലപിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ നിയമം തിരിച്ചറിയേണ്ടത്. പ്രപഞ്ചം നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇതെല്ലാം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ കൺമുന്നിലുള്ള കപടമായ വ്യാമോഹങ്ങളെ തകർത്ത് നിങ്ങളെ യഥാർത്ഥ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. വേദന എന്നത് ഒരു സാധാരണ അധ്യാപകനല്ല, അത് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാൻ വരുന്ന ഒരു കഠിനമായ പാഠമാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അമിതമായി സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുമ്പോൾ അവരെ നമ്മുടെ സന്തോഷത്തിന്റെ ദൈവങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യർ സ്വഭാവത്താൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് നമ്മളെ ജീവന് തുല്യം സ്നേഹിച്ചവർ നാളെ നമ്മളെ തിരിച്ചറിയാത്ത ഭാവത്തിൽ കടന്നുപോയേക്കാം. അത് അവരുടെ കുറ്റമല്ല, അത് മനുഷ്യസഹജമായ മാറ്റമാണ്.
ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകളിൽ കണ്ണീർ നിറയുന്നത്. വൈകാരികമായ പക്വത എന്നത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, മറിച്ച് അവരെ അതുപോലെ തന്നെ സ്വീകരിക്കാൻ കഴിയുന്നതിലാണ്. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം സഹതാപം തോന്നുകയാണ് വേണ്ടത്. കാരണം അവരും അവരുടെ ഉള്ളിലെ അജ്ഞതയും ഈഗോയും കാരണമാണ് അങ്ങനെ പെരുമാറുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യവും പ്രതികാര ചിന്തയും സൂക്ഷിച്ചു വെച്ചാൽ അത് മറ്റൊരാൾക്കുമേൽ എറിയാൻ വേണ്ടി നിങ്ങൾ കൈകളിൽ പിടിച്ചിരിക്കുന്ന കനൽക്കട്ട പോലെയാണ്. അത് മറ്റൊരാളുടെ മേൽ വീഴുന്നതിനു മുൻപ് നിങ്ങളുടെ കൈകളെയാണ് നീറുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടിയാണ്. അവരെ അവരുടെ വഴിയെ പോകാൻ അനുവദിക്കുക. നിങ്ങളെ വിട്ടുപോയവരെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. ഒറ്റപ്പെടൽ എന്നത് ഒരു ശാപമല്ല, അതൊരു വലിയ അവസരമാണ്. നിങ്ങളെ തന്നെ തിരിച്ചറിയാനും നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കാനും പ്രകൃതിയോട് കൂടുതൽ അടുക്കാനും ലഭിക്കുന്ന ഒരു പവിത്രമായ സമയം അത്. ആ സമയത്തെ ഭയപ്പെടാതെ അതിനെ ആനന്ദത്തോടെ സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി പുനർജനിക്കാൻ തുടങ്ങും. ചിന്തകളുടെ ഈ അലച്ചിൽ നിർത്തി മനസ്സിനെ ഒരു ശാന്തമായ തടാകം പോലെയാക്കി മാറ്റുക. അതിൽ വീഴുന്ന കല്ലുകളുണ്ടാക്കുന്ന ഓളങ്ങൾ സാവധാനമടങ്ങി ആ തടാകം വീണ്ടും തെളിഞ്ഞ കണ്ണാടി പോലെ ശാന്തമാകും. നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായ ഒരു കുരങ്ങനെ പോലെയാണ്. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഒരിടത്തും നിൽക്കാതെ അത് നിരന്തരം ചാടിക്കൊണ്ടേയിരിക്കും. ഈ അനിയന്ത്രിതമായ ചപലതയാണ് നമ്മെ കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നത്. ചിന്തകളെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്തോറും അവ കൂടുതൽ കരുത്തോടെ നമ്മളെ ആക്രമിക്കും. ഒരു വലിയ പ്രവാഹത്തെ തടയാൻ ശ്രമിച്ചാൽ അണക്കെട്ട് തകർന്ന് വെള്ളം കുത്തിയൊഴുകുന്നതുപോലെ ചിന്തകൾ നമ്മളെ കീഴ്പ്പെടുത്തും. അതിനുപകരം ആ ചിന്തകളെ വെറുതെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളൊരു മൂന്നാമത്തെ വ്യക്തിയായി മാറി നിങ്ങളുടെ മനസ്സിനെ ദൂരെ നിന്ന് നോക്കിക്കാണുക. ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു എന്ന് സ്വയം പറയുന്നതിന് പകരം ഇതാ എൻ്റെ മനസ്സിൽ ദേഷ്യം എന്നൊരു വികാരം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഈ ചെറിയൊരു മാറ്റം നിങ്ങളിൽ വലിയൊരു തിരിച്ചറിവിൻ്റെ വെളിച്ചം വീശും. നിങ്ങൾ ആ വികാരത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുകയാണ്. വികാരങ്ങൾ നിങ്ങളല്ല, മറിച്ച് അവ നിങ്ങളിൽ വന്നുപോകുന്ന താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണ്. കുറച്ചുകൂടി പണമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തുഷ്ടനായേനെ എന്ന് പലപ്പോഴും നാം സ്വയം സമാധാനിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പുറമെ കാണുന്ന സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് മാത്രം ഉള്ളിലെ അശാന്തി മാറില്ല. ഒരു രാജാവ് കൊട്ടാരത്തിൽ ഇരുന്നാലും അസ്വസ്ഥനായിരിക്കാം, എന്നാൽ ഒരു ഭിക്ഷു വഴിയരികിൽ ഇരുന്നും ആനന്ദം കണ്ടെത്തിയേക്കാം. സന്തോഷം എന്നത് ഒരു തരം മാനസികാവസ്ഥയാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട ഒന്നാണ്. അറ്റാച്ച്മെന്റ് അഥവാ അമിതമായ പറ്റിപ്പിടുത്തം തന്നെയാണ് സകല ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണം. നമ്മളൊരു വസ്തുവിനെയോ വ്യക്തിയെയോ ഇറുകെ പിടിക്കുമ്പോൾ അതിനെ നഷ്ടപ്പെടുമോ എന്ന ഭയവും ഒപ്പം ജനിക്കുകയാണ്. ആ ഭയമാണ് നമ്മെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്തത്. ഭയമുള്ള ഒരിടത്തും സ്നേഹത്തിനോ സമാധാനത്തിനോ സ്ഥാനമുണ്ടാകില്ല. ഡിറ്റാച്ച്മെന്റ് എന്നാൽ ഒന്നിനെയും സ്നേഹിക്കാതിരിക്കുക എന്നല്ല, മറിച്ച് എല്ലാറ്റിനെയും സ്നേഹിക്കുകയും എന്നാൽ ഒന്നിൻ്റെയും അടിമയാകാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു താമരയിലയിലെ വെള്ളം പോലെ ജീവിക്കുക. വെള്ളത്തിലാണ് താമര വളരുന്നതെങ്കിലും വെള്ളം അതിൻ്റെ ഇലകളിൽ ഒട്ടും പിടിക്കാറില്ല. അതുപോലെ ഈ ലോകത്ത് ജീവിക്കുകയും എല്ലാ കടമകളും നിർവഹിക്കുകയും ചെയ്യുക, എന്നാൽ ഉള്ളിൽ പൂർണ്ണമായും സ്വതന്ത്രനായിരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവാദം നൽകരുത്. ആരോ നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ മോശക്കാരനാകുന്നില്ല. ആരോ പുകഴ്ത്തി എന്ന് കരുതി നിങ്ങൾ വലിയവനുമാകുന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഒരു കോലാഹലത്തിനും നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തതയെ തകർക്കാൻ കഴിയില്ല. ഈയൊരു കരുത്തുറ്റ ബോധം ഉള്ളിലുണ്ടാക്കിയെടുക്കുക. ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും തനിച്ചായിപ്പോയി എന്ന് തോന്നിപ്പിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ചുറ്റും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നിട്ടും ഉള്ളിലൊരു വല്ലാത്ത ശൂന്യത. ആ നിമിഷങ്ങളിൽ നമ്മളെ വല്ലാതെ വേട്ടയാടാറുണ്ട്. ഈ ഒറ്റപ്പെടൽ അഥവാ ലോൺലിനെസ് പലരെയും മാനസികമായ തകർച്ചയിലേക്കും വിഷാദത്തിലേക്കും തള്ളിയിടാറുണ്ട്. എന്നാൽ ആത്മീയമായൊരു തലത്തിൽ ചിന്തിച്ചാൽ ഈ ഒറ്റപ്പെടൽ സത്യത്തിലൊരു വലിയ അനുഗ്രഹമാണ്. അതിനെ നാം വെറുമൊരു ഏകാന്തതയായി കാണണം. ഒറ്റപ്പെടൽ എന്നത് കൂട്ടിന് ആരുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഏകാന്തത എന്നത് സ്വന്തം സാന്നിധ്യം തന്നെ ആഘോഷമാക്കുന്ന മനോഹരമായ അവസ്ഥയാണ്. നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ സന്തോഷം കണ്ടെത്താൻ ശീലിച്ചാൽ പിന്നെ ലോകത്തിലെ ഒന്നിനും നിങ്ങളെ തനിച്ചാക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിനു വേണ്ടി യാചിക്കുന്നത് എന്നേക്കുമായി അവസാനിപ്പിക്കുക. മനുഷ്യർ വരും പോകും, ആരും ഇവിടെ ശാശ്വതമായി ഒപ്പമുണ്ടാകില്ല. നിങ്ങളുടെ ജനനവും മരണവും ഒറ്റയ്ക്കാണ്. ഈ രണ്ടറ്റങ്ങൾക്കിടയിലുള്ള യാത്രയിൽ കുറച്ചുപേർ ഒപ്പം വരുന്നു എന്ന് മാത്രം. അവർ അവരുടെ വഴിക്ക് പിരിയുമ്പോൾ അതിൽ സങ്കടപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
നമ്മുടെ അമിതമായ ഈഗോ അഥവാ അഹംഭാവമാണ് പലപ്പോഴും നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നത്. ഞാൻ വലിയവനാണ്, എനിക്കെല്ലാവരും ബഹുമാനം തരണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്ന ചിന്തകൾ നമ്മളെ തടവിലാക്കുന്നു. ഈ ഈഗോ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ചെറിയൊരു പരിഹാസം പോലും നമ്മളെ ഇത്രയധികം മുറിപ്പെടുത്തുന്നത്. കടലിലെ വെറുമൊരു ചെറിയ ഓളം മാത്രമാണ് നമ്മൾ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈ അഹംഭാവം താനേ ഇല്ലാതാകും. അനന്തമായ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ. നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും ഈ മഹാപ്രപഞ്ചത്തിന് മുൻപിൽ എത്രയോ നിസ്സാരമാണ്. ഈ ചിന്ത ഉള്ളിൽ വരുമ്പോൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. മനസ്സ് കൂടുതൽ ഭാരമില്ലാത്ത തൂവൽ പോലെ ലഘുവായി മാറും. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. വലിയൊരു വീട് വെക്കുക അല്ലെങ്കിൽ പ്രശസ്തനാവുക, ഇതൊക്കെയാണോ ജീവിതം? അല്ല, ജീവിതത്തിന്റെ ഒരേയൊരു ലക്ഷ്യം ഈ നിമിഷത്തിൽ പൂർണ്ണമായ ബോധത്തോടെ ജീവിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും, ചായ കുടിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതാകട്ടെ, അത് പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യുക. ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ചൂടും രുചിയും മണവും പൂർണ്ണമായി ആസ്വദിക്കുക. ആ സമയത്ത് നാളത്തെ ജോലിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതിരിക്കുക. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈ ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കും. ചിന്തകളുടെ അനാവശ്യമായ ബഹളങ്ങളില്ലാതായി ഉള്ളിൽ വലിയൊരു നിശബ്ദത പടരും. മനസ്സിലെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞു നമ്മൾ സ്വയം ആശ്വസിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ വെറും സമയം കൊണ്ട് മാത്രം മുറിവുകൾ ഉണങ്ങില്ല. അതിന് നമ്മുടെ മനോഭാവത്തിൽ ഒരു അടിമുടി മാറ്റം തന്നെ അനിവാര്യമാണ്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകളെ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് നാം ചികഞ്ഞുകൊണ്ടിരുന്നാൽ ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അത് നിരന്തരം ചോര പൊടിഞ്ഞുകൊണ്ടേയിരിക്കും. പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം പീഡിപ്പിക്കുന്നതുകൊണ്ട് ഒരു തരി പോലും നേട്ടമില്ലെന്ന് മനസ്സിലാക്കുക. കാലം കടന്നുപോയത് കടന്നുപോയി. അതിനെ തിരുത്തിക്കുറിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന നിമിഷങ്ങളെ മനോഹരമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് പൂർണ്ണമായും നമ്മുടെ കൈകളിലാണ്. നിങ്ങളുടെ വിലപ്പെട്ട ഊർജത്തെ, കഴിഞ്ഞ കാലത്തെ ഓർത്ത് വ്യർത്ഥമായി കളയാതെ ഈ നിമിഷത്തിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുക. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൗഢ്യമാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾ മാറണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് ബന്ധങ്ങളിൽ അഗാധമായ വിള്ളലുകൾ വീഴുന്നത്. ഓരോ മനുഷ്യനും അവരവരുടെ മുൻകാല അനുഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സൃഷ്ടിയാണ്. അവരെ അവരുടെ രീതിക്ക് വിടുക. നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ഏക കാര്യം നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രതികരണങ്ങളും. ആരോ നിങ്ങളോട് മോശമായി പെരുമാറിയാൽ തിരിച്ച് അതേ നാണയത്തിൽ പെരുമാറുന്നത് നിങ്ങളുടെ സംസ്കാരത്തെയാണ് താഴ്ത്തിക്കെട്ടുന്നത്. നിശബ്ദത പാലിക്കുക എന്നത് ഒരു തോൽവിയല്ല, മറിച്ച് അതൊരു വലിയ പ്രതിരോധമാണ്. നിങ്ങളുടെ നിശബ്ദതയ്ക്ക് മുന്നിൽ മറ്റുള്ളവരുടെ അഹങ്കാരം ഒരു നാൾ തകർന്നു വീഴും. നിശബ്ദതയുടെ ഊർജം വാചാലമായ വാക്കുകളേക്കാൾ എത്രയോ വലുതാണ്. അത് വാക്കുകൾക്ക് അതീതമായ കാര്യങ്ങൾ സംവദിക്കും. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ആദരിക്കലാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി, അതായത് അവരുടെ നല്ല വാക്കുകൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നത് നിർത്തുക. നിങ്ങൾ എത്രത്തോളം മികച്ചവനാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടായാൽ മാത്രം മതി. ദിവസവും അല്പസമയം ധ്യാനത്തിനായി മാറ്റിവെക്കുക. ധ്യാനം എന്നാൽ വെറുതെ കണ്ണടച്ചിരിക്കുക എന്നതല്ല, മറിച്ച് ഉള്ളിലെ ചിന്തകളുടെ കൊടുങ്കാറ്റിനെ സാവധാനം ശാന്തമാക്കുന്ന പ്രക്രിയയാണ്. ഉള്ളിൽ അചഞ്ചലമായ ശാന്തതയുള്ള ഒരു മനുഷ്യന് പുറത്തുള്ളൊരു കൊടുങ്കാറ്റിനെയും ഭയപ്പെടേണ്ടതില്ല. അവൻ പാറ പോലെ ഉറച്ചു നിൽക്കും. നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെക്കുറിച്ചാണ് ഇനി നാം ആഴത്തിൽ ചിന്തിക്കേണ്ടത്. കാരണം സകല അടിമത്തത്തിൻ്റെയും ആണിക്കല്ല് ഭയമാണ്. ആളുകളെ നഷ്ടപ്പെടുമോ എന്ന ഭയം, പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുമോ എന്ന ഭയം, രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, ഒടുവിൽ അനിവാര്യമായ മരണത്തെക്കുറിച്ചുള്ള ഭയം. ഈ ഭയങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടാൻ മടിക്കുന്നതും തെറ്റായ ബന്ധങ്ങളുടെ തടവറയിൽ ശ്വാസം മുട്ടിക്കഴിയുന്നതും. ഭയം എന്നത് പുറത്ത് യാഥാർത്ഥ്യമല്ല, മറിച്ച് നമ്മുടെ മനസ്സ് നിർമ്മിച്ചെടുക്കുന്ന ഒരു വ്യാജ സൃഷ്ടി മാത്രമാണ്. ഭാവിയിൽ എപ്പോഴോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഈ നിമിഷത്തിലെ സമാധാനം നാം തന്നെ കൊലപ്പെടുത്തുന്നു. വരാനിരിക്കുന്നതിനെ അതിൻ്റെ സമയത്ത് നേരിടാൻ എനിക്കാവുമെന്ന അടിയുറച്ച ആത്മവിശ്വാസം ഉള്ളിൽ വളർത്തുക. എന്താണോ സംഭവിക്കാനുള്ളത് അത് സംഭവിച്ചേ തീരൂ എന്ന് തിരിച്ചറിയുക. അതിനെ തടയാൻ നമ്മൾ ആരുമല്ല, പക്ഷെ അതിനെ നേരിടാനുള്ള ആർജവമുള്ള മനക്കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. ജീവിതം നൽകുന്ന പാഠങ്ങൾ പലപ്പോഴും കയ്പുള്ള ഔഷധം പോലെയാണ്, പക്ഷേ ആ കയ്പാണ് നമ്മളെ പാകപ്പെടുത്തുന്നത്. കൽക്കരി കനത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വജ്രമായി മാറുന്നത്. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ വജ്രത്തെ പുറത്തെടുക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വിലപിക്കുന്നതിന് പകരം ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഈ ഒരു ചെറിയ കാഴ്ചപ്പാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും.
എല്ലാവരോടും കരുണയോടെ പെരുമാറുക. കാരണം ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവരവരുടെ ഉള്ളിൽ ആരോടും പറയാത്ത വലിയ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറമേക്ക് ചിരിക്കുന്ന പല മുഖങ്ങൾക്കും പിന്നിലും ആരും കാണാത്ത വലിയ സങ്കടക്കടലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ആരെയും എളുപ്പത്തിൽ വിധികർത്താക്കളായി നിന്ന് കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളാൽ കഴിയുന്നത്ര സ്നേഹവും സമാധാനവും ഈ ലോകത്തിന് പകർന്നു നൽകുക. നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിന് നൽകുന്നത് അത് പല മടങ്ങായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്ന് കർമ്മത്തിന്റെ നിയമം ഓർമ്മിപ്പിക്കുന്നു. നല്ല ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും പ്രകാശപൂരിതമാക്കും. വൈകാരികമായ സ്വാതന്ത്ര്യം അഥവാ ഇമോഷണൽ ഫ്രീഡം എന്നത് വെറും കുറച്ചുപേർക്ക് മാത്രം സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും മറ്റുള്ളവരുടെ വികാരങ്ങളുടെയും വാക്കുകളുടെയും റിമോട്ട് കൺട്രോളിൽ ജീവിക്കുന്ന അടിമകളാണ്. ആരോ ഒരാൾ ഒരു മോശം വാക്ക് പറഞ്ഞാൽ നമ്മുടെ അന്ന് മുഴുവൻ നശിച്ചു പോകുന്നുവെങ്കിൽ നമ്മുടെ സന്തോഷത്തിന്റെ ചരട് ആ വ്യക്തിയുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്നാണ് അർത്ഥം. ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റേ മതിയാകൂ. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ കോട്ടയായിരിക്കണം. അതിലേക്ക് ആർക്കൊക്കെ പ്രവേശനം നൽകണം എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അനാവശ്യമായ ചിന്തകൾക്കും നെഗറ്റീവ് മനുഷ്യർക്കും ആ കോട്ടയുടെ കവാടങ്ങൾ എന്നേക്കുമായി അടച്ചുപൂട്ടുക. കാരണം ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് നിങ്ങളുടെ സമാധാനം തന്നെയാണ്. ചിലപ്പോൾ ചില ബന്ധങ്ങൾ നാം എത്ര കഷ്ടപ്പെട്ട് നന്നാക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ അവരെ സ്നേഹത്തോടെ വെറുതെ വിട്ടയക്കുക എന്നത് മാത്രമാണ് പോംവഴി. അത് അവരോടുള്ള പക കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനൊപ്പം നീന്താൻ പഠിക്കുക. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ നാം വേഗത്തിൽ തളർന്നു പോകും. അക്സെപ്റ്റൻസ് അഥവാ പൂർണ്ണമായ സ്വീകാര്യതയാണ് സമാധാനത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ മനോഭാവത്തെ മാറ്റിമറിക്കുക. ജീവിതത്തിൽ ഒരു കൃതജ്ഞതാബോധം അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രപഞ്ചത്തോട് മനസ്സറിഞ്ഞ് നന്ദി പറയുക. ജീവിക്കാൻ ഒരു ദിവസം കൂടി ലഭിച്ചതിന്, ശ്വസിക്കാൻ കഴിയുന്നതിന്, ചുറ്റുമുള്ളത് കാണാൻ കഴിയുന്നതിന് എല്ലാം നന്ദിയുള്ളവരായിരിക്കുക. ഈ നന്ദി പറച്ചിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പോസിറ്റീവ് എനർജി നിറയ്ക്കും. മനസ്സ് കൂടുതൽ ശാന്തമാകും. നിങ്ങൾ പ്രപഞ്ചത്തോട് എത്രത്തോളം നന്ദിയുള്ളവരാകുന്നുവോ അത്രത്തോളം കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിവരും. ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്: സമാധാനം എന്നത് നാം എവിടെയെങ്കിലും പോയി കണ്ടെത്തേണ്ട ഒന്നല്ല. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. സ്വന്തം ശരീരത്തിലെ സുഗന്ധമറിയാതെ കസ്തൂരിമാൻ കാട് മുഴുവൻ അലഞ്ഞുതിരിയുന്നത് പോലെയാണ് നാം സന്തോഷത്തിനായി പുറം ലോകത്ത് തിരയുന്നത്. പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം അടങ്ങുകയും ചിന്തകളുടെ തിരമാലകൾ ശാന്തമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്ന വലിയൊരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. അവിടെയാണ് ബുദ്ധൻ വസിക്കുന്നത്. അവിടെയാണ് ലോകത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കുടികൊള്ളുന്നത്. ജീവിതം എന്നത് ഒരു കളിയാണ്. അതിനെ അമിതമായ ഗൗരവത്തോടെ കാണാതിരിക്കുക. ഇവിടെ ജയവും തോൽവിയും എല്ലാം വെറും താൽക്കാലികം മാത്രമാണ്. ഇന്ന് നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണെന്ന് തോന്നുന്നുണ്ടാകാം. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പുഞ്ചിരിക്കും. കാരണം കാലം എല്ലാ മുറിവുകളെയും ഉണക്കിക്കളയുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും ശാന്തതയും ഒരു കാരണവശാലും കൈവിടാതിരിക്കുക. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം ശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ നിമിഷത്തിന്റെ മനോഹാരിതയിൽ വിശ്രമിക്കുക. ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒരൽപ്പം സമയം കണ്ണുകളടച്ച് നിശബ്ദമായി ഇരിക്കുക. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ എത്രത്തോളം ശാന്തമായിരിക്കുന്നു എന്ന് സ്വയം അനുഭവിച്ചറിയുക. അനാവശ്യമായ എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് ഒരു പുതിയ മനുഷ്യനായി പൂർണ്ണമായ അവബോധത്തോടെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കട്ടെ.